അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസും ഡയറ്റും ഇത് തമ്മിലുള്ള ഒരു ബോണ്ടിങ് അഥവാ ഇത് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്താണെന്നാണ്. ഓക്കെ, ഒരുപാട് പേർക്ക് ആ ഒരു ചിന്ത കാണും, ഞാൻ എൻ്റെ ഡയറ്റ് മാത്രം ചെയ്താൽ എൻ്റെ വെയിറ്റ് എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എക്സസൈസ് മാത്രം ചെയ്താൽ എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ എന്നല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇന്നൊന്ന് ചിന്തിക്കാം, ഒന്ന് ചെറിയ. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഡയറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫിസിക്കലി നമുക്ക് ഒരുപാട് ഫിറ്റ്നസ് കിട്ടാനുണ്ട്. അതായത് നമുക്ക് രോഗങ്ങൾ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരീരത്തിലുണ്ടാകുന്ന കൊളസ്ട്രോള്, ഡയബറ്റീസ്, പിന്നെ നമുക്കെന്താ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് നിൽക്കാൻ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റും കുറയ്ക്കാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. ഞാൻ എക്സസൈസ് ചെയ്യാതാണ് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ എക്സസൈസിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ സെയിം ഇത് തന്നെയാണ്. നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതായത് നമ്മുടെ ഈ പറയുന്ന സംഭവങ്ങൾ സെയിം ഇത് തന്നെ, ബ്ലഡ് പ്രഷർ എക്സസൈസ് വഴി. പിന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും, നല്ലൊരു ഫിറ്റ്നസ് ആകും, മസിൽസൊക്കെ നന്നായിട്ട് ഉണ്ടാകും. പിന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ സ്വിമ്മിങ് ചെയ്യാം, ചെറിയ രീതിയിൽ ഓടാം, സ്കിപ്പിംഗ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒരു പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഈ എക്സസൈസിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാർഡിയാക് എക്സസൈസ് എന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. അതൊരു മിനിമം 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഹെൽത്തും നമുക്ക് സ്റ്റേബിൾ ആക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടുന്നുണ്ട്. രാവിലെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ അന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും, നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമ്മുടെ അന്നത്തെ ഒരു ഡേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ എന്താ ചെയ്യണത്, സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തുടങ്ങാം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 4 ചപ്പാത്തി രാവിലെ കഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പം നമ്മൾ ഈ ഡയറ്റിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ ഫുഡ് ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് നന്നായിട്ട് അന്ന് തൊട്ട് നമ്മൾ വിശപ്പ് എന്താണെന്ന് ശരിക്കും നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നൊരു സമയമാണ് നേരം. ഓക്കെ, അപ്പം ഈ ഡയറ്റിങ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ 3 നേരത്തെ നമ്മുടെ ഫുഡ് നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരണം. രാവിലത്തെ 4 ചപ്പാത്തി എന്നുള്ളത് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളത് 3 ചപ്പാത്തിയായിട്ട് കുറയ്ക്കണം. പിന്നെ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 2ലോട്ടും കുറഞ്ഞ് വരും. കാരണം പിന്നെ അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് നമ്മൾ മലയാളീസ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണല്ലേ, പ്രത്യേകിച്ച് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. നമ്മളപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം, ഈ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ ചിലർക്ക് നിർബന്ധമുണ്ട്, എനിക്ക് ഇച്ചിരി ചോറ് വേണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധമുള്ളവരും അല്ലാതെ ഉള്ളവരും ഒക്കെ ഈ രണ്ടാമത് എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, നല്ല കറിയൊക്കെ ആണെങ്കിൽ രണ്ടാമത് കുറച്ചും കൂടെ ചോറ് എടുക്കത്തില്ലേ. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ആ രണ്ടാമത് എടുക്കുന്ന പരിപാടി നിർത്തുക, ആദ്യത്തേത് കൊണ്ട് മാത്രം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കുക എന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ അത്താഴത്തിലോട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെ ഡിന്നർ നമ്മൾ കുറയ്ക്കുക. അത്താഴം അത്തിക്കുരുവോളം എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പകൽ ചെയ്യുന്ന പോലത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കുക. ഓക്കെ, ഇനി അഥവാ വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണ്, ഇച്ചിരി ഫുഡ് കഴിക്കണം മരുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും മാക്സിമം 7 മണിക്ക് 7 o'clock മുമ്പ് തന്നെ നമ്മുടെ ഡിന്നർ നമ്മൾ മാക്സിമം കഴിച്ചു തീർന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ സംഭവിച്ച് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കുറച്ച് നാൾ, ആദ്യത്തെ കുറച്ച് നാൾ ഇങ്ങനെ കുറച്ച് പിന്നെ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലുണ്ടല്ലോ, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഇൻറ്റസ്റ്റൈൻസ് എല്ലാം ശരിക്കും ചുരുങ്ങും. ഓക്കെ, അപ്പം അങ്ങനെ ചുരുങ്ങി വരുന്നതനുസരിച്ച് നമ്മുടെ വിശപ്പും നമുക്ക് കുറയും. അതാണ് ഇവിടെ സംഭവിക്കുക. നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഫുഡ് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ കുടല് ചുരുങ്ങുകയാണ് അവിടെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി
ഇനി നമുക്ക് ചെയ്യാൻ ഡയറ്റ് ചെയ്യുമ്പോൾ അത് എക്സസൈസുമായിട്ട് കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ കാലം നമ്മൾ കഴിച്ച ഫുഡ് ഉണ്ടല്ലോ, ഇത്രയും നാളും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ്, അതിൻ്റെ അകത്തെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മുടെ അന്നത്തെ ആക്ടിവിറ്റീസിന് ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ശരീരം അകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ആയ എല്ലാ സാധനങ്ങളും ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. നമ്മൾ ഈ കറക്റ്റ് 3 നേരം മാത്രം ഫുഡ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഉറപ്പായിട്ടും വിശക്കും. ഇത്രയും നാൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഫുഡ്, അല്ലെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടിക്കൊണ്ടിരുന്ന ഫുഡ് പെട്ടെന്ന് കിട്ടാതെ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വിശക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സമയത്ത് മാക്സിമം നമുക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ചെറിയ എന്തെങ്കിലും ഫുഡോ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലൈക്ക് ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് മാറണം, നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷനും ആകണം. അങ്ങനെ രീതിയിലുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓബിയസ്ലി നിങ്ങൾ പ്രോട്ടീൻ ഫുഡ് എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം, അത് കഴിക്കണം. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിലും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അല്ലാതെയുള്ള ഇടവേള സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കുക്കുംബർ കഴിക്കുക. നമുക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ ആ വിശപ്പൊന്ന് അടങ്ങാനായിട്ട് ഓടിച്ചെന്ന് ഒരു കുക്കുംബർ കഴിക്കുക. അപ്പോൾ എന്താ, നമുക്ക് ശരീരത്തിൽ വെള്ളമാകും, അതുപോലെ തന്നെ വിശപ്പ് മാറും. ഒരു തണ്ണിമത്തൻ്റെ ഒരു പീസ് കഴിക്കുക, അപ്പൊ അതും അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ മത്തങ്ങ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് കഴിക്കുക. അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് അന്നേരത്തെ ഒരു വിശപ്പ് നമുക്ക് നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ അതാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 കാര്യം നടക്കുമല്ലോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പിന്നെ അപ്പൊ നമ്മുടെ ശരീരത്തിന് ഇത്രയും നാളുള്ളത് കിട്ടാതെ വരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ശരീരം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംഭവങ്ങളെല്ലാം കൂടെ എടുത്ത് പുറത്തങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങും. നമുക്ക് ശരീരത്തിന് ക്ഷീണമൊക്കെ ആയിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ശരീരം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സസൈസ് ചെയ്ത്, അതായത് ഈ എക്സസൈസും ഡയറ്റും ഒന്നിച്ച് കൊണ്ടുപോകുന്നവർക്കുള്ള കാര്യം കേട്ടോ. ഒരേ സമയത്ത് ഒരേ ഡ്യൂറേഷനിൽ കൊണ്ടുപോകുന്നവർക്ക് അന്നേരം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് ചൂടാകും. നല്ല വാമപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകും എക്സസൈസ് ചെയ്യുമ്പോൾ, ഉറപ്പായിട്ടുമാണല്ലോ. അപ്പൊ ഈ സ്വെറ്റ് ആകുന്നതിൽ കൂടെ ഈ ശരീരം അകത്ത് വെച്ചിരുന്നത് പുറത്തോട്ട് എടുക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ സ്വെറ്റാക്കി പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾക്ക് ഇത് 2 കാര്യം കൂടെ ഒന്നിച്ചൊരു ബോണ്ടിങ്ങിൽ വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള കെമിസ്ട്രി. അകത്തിരിക്കുന്ന സാധനം നമ്മൾ പുറത്തോട്ട് എടുത്ത് എക്സസൈസ് ചെയ്ത് വഴി കളയുന്നു. അപ്പൊ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും കഴിക്കുന്ന ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നില്ല. രാവിലെ കഴിക്കുന്നത് ഉച്ച വരത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാനേ ഉള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കുന്നത് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാനുള്ളതേ ഉള്ളൂ. അത്രയും മാത്രമാക്കി അങ്ങനെ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണം നിങ്ങളുടെ ഡയറ്റിങ്ങിന്റെ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് ഇത് ശരിക്കും ഒരു കമ്പൈൻ ആയി വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഡയറ്റും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 കാര്യവും ഒരേ സമയത്ത് നടക്കും. വെയിറ്റും കുറയും, നമ്മുടെ ബോഡി ഷേപ്പ് ആകും. ആണ് എക്സസൈസ് ആൻഡ് ഡയറ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കെമിസ്ട്രി, അതിന്റെ ഒരു ബോണ്ടിങ് തമ്മിലുള്ള ഒരു രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നവരുണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരേ വെയിറ്റും ഹൈറ്റും ഒന്നും അല്ല, എല്ലാവർക്കും ഒരേ ആരോഗ്യ സ്ഥിതിയും ഒന്നും ആയിരിക്കില്ല. പലർക്കും പല ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന എക്സസൈസുകൾ, നമ്മളെ കൊണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള എക്സസൈസുകൾ മാത്രം ചെയ്യുക. നമ്മളെ ഉപദ്രവിച്ച് കൊല്ലുന്ന സൈക്കോസ് ഒന്നും ആവരുത്. മീൻസ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ പീരീഡ് എടുത്തിട്ട് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചെടുക്കാം എന്നൊന്നും ഒരുപാട് ഒന്ന് ചിന്തിച്ച് അങ്ങനെ അങ്ങ് സ്ട്രഗിൾ ചെയ്ത് ശരീരത്തെ വല്ലാതാക്കരുത്. നമുക്ക് നമ്മുടെ വെയിറ്റ് എത്രയാണെന്നൊരു അറിവുണ്ടാവണം. അപ്പൊ ആ വെയിറ്റ് വെച്ചിട്ട് ഞാൻ ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്യേ. എൻ്റെ ഈ ഒരു രീതിയിൽ ഞാൻ ഇപ്പോഴത്തെ മെയിൻറ്റെയിനിൽ ഞാൻ പോവുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് എൻ്റെ എത്ര കിലോ കുറയും, ഇത് തന്നെ ആയിരിക്കുമോ നെക്സ്റ്റ് മന്തിലും ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അത് നിങ്ങളിങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഇത്ര മാസം കൊണ്ട് ഞാൻ എൻ്റെ ഇത്ര കിലോ അപ്പത്തേക്ക് കുറയും. അതൊക്കെ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ മറ്റൊരാളുടെ ഹെൽത്ത് കണ്ട് അയാൾ ചെയ്യുന്നത് നോക്കി നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുമ്പോൾ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ല നമുക്കുള്ളതെന്ന് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാൻ അതിന് റിപ്ലൈ ഇടാം. ഓക്കെ, ബൈ. അപ്പം സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.